ഇപ്പോൾ പല സ്ഥലങ്ങളിലും നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രം വർക്ക് ചെയ്യുന്ന ടാലി പോലത്തുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ബയോമെട്രിക്കിൻ്റെ സോഫ്റ്റ്വെയറുകൾ, അതൊക്കെ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഒരു നെറ്റ്വർക്കിനുള്ളിൽ വരുന്നതെന്നുള്ളത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ 2 ഫ്ലോർ ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു മോഡം വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ONT വെച്ചേക്കുന്നത്, ഫൈബർ ONT വെച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾ, അപ്പോൾ ഇവിടെ നമ്മൾ വേണമെങ്കിൽ മൊബൈൽ കണക്ട് ചെയ്യാം, ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം, എന്താണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾക്കെല്ലാം ഈ ഒരു IP സീരീസ്, അതായത് ആ ഒരു മോഡം കൊടുക്കുന്ന അല്ലെങ്കിൽ ONT കൊടുക്കുന്ന IP സീരീസിലായിരിക്കും IP-കൾ അസൈൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അതിൽ നിന്നൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് മുകളിലൊരു റൂട്ടർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റൂട്ടറിൻ്റെ IP അതായത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും 2 നെറ്റ്വർക്കുകളായി. അപ്പോൾ ഇവിടെ വരുന്ന ഡിവൈസുകൾക്കൊക്കെ കൊടുക്കുന്നത് ഈ ഒരു സീരിയലിലുള്ള IP ആയിരിക്കും. അപ്പോൾ രണ്ടും 2 സീരിയലിൽ IP-കളായി. അപ്പോൾ 2 നെറ്റ്വർക്കായി. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ